ഒന്നാമതായി നിങ്ങളെ നല്ല ശുഭ്രവസ്ത്രധാരികളായി കാണുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളെ വളരെ നന്നായിരിക്കുന്നു, സുന്ദരന്മാരും സുന്ദരിമാരുമായിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു, ഇപ്പോൾ അല്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വെള്ള നല്ലതാണ്. നിങ്ങൾ സാധിക്കുന്നവരൊക്കെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ചു പോകണം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞങ്ങളുടെ ഇടവകളിലെല്ലാം ആളുകൾ ഞായറാഴ്ച എല്ലാവരും വെള്ളയിട്ടാണ് വരുന്നത്. ആദ്യത്തെ ഒരു രണ്ട് മൂന്നാഴ്ചത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ അത് ശീലമാവും. ഇപ്പം ഞങ്ങളുടെ പള്ളികളിലൊക്കെ മിഷനിലെല്ലാം എല്ലാ ആഴ്ചയും എല്ലാവരും വെള്ളയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ആരോടും പറയേണ്ട കാര്യമില്ല, ശീലമായി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് അത് പറ്റുന്നവരൊക്കെ ഇടവകളിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്നാമത് കാണാൻ നല്ല വൃത്തിയാണ്, മനസ്സിലായില്ലേ? ഇല്ലേ? വൃത്തിയല്ലേ? അതായത് വെള്ളയിട്ടാൽ ഏത് പേക്കോലം പിടിച്ചതിനെയും കാണാൻ നല്ല വൃത്തിയായിരിക്കും, ഒന്ന് വെള്ളയിട്ടാൽ. പിന്നെ രണ്ടാമത്തേത്, നമുക്ക് ഈ വസ്ത്രധാരണത്തിലുണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കാനും പറ്റും. അതായത് പള്ളിയിൽ പോകാൻ വേണ്ടി നല്ല 1-2 ജോഡി വെള്ള വസ്ത്രം തയ്പ്പിച്ച് വെച്ചാൽ വസ്ത്രം കൊണ്ടുണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഒഴിവാവുകയും ചെയ്യും. പിന്നെ പള്ളിയിലൊക്കെ ഈ കുട്ടികളും കുഞ്ഞുങ്ങളും ചെറുപ്പക്കാർ യൂത്തും ഒക്കെ നല്ല വെള്ളയിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം അത് വെള്ളവസ്ത്രം ധരിച്ചത് കൊണ്ട് നമ്മൾ മെച്ചപ്പെട്ടവരായി മാറുന്നുവെന്നല്ല, പക്ഷെ അതൊക്കെ നമ്മുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമായി മാറ്റിയാൽ നല്ലതായിരിക്കും. ഇപ്പം തന്നെ കാണുമ്പോൾ ഇന്നലെ വരെ ഉള്ള പോലല്ല, ഇന്നെന്തോ ഒരു വ്യത്യാസമുണ്ട്. അമ്മച്ചിക്ക് വിശ്വാസം വന്നിട്ടില്ല? ഉണ്ട് അമ്മച്ചി, ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഏത് പ്രായത്തിലും സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടിരിക്കാം, അല്ലേ? സാറായിക്ക് ഏതാണ്ട് 90-95 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അബ്രഹാം സാറായോട് പറയുന്നത്, നീ സുന്ദരി ആയതുകൊണ്ട് എന്നെ കൊന്നിട്ട് അവന്മാർ നിന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു. അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? 95. 95-ാമത്തെ വയസ്സിലാണ് പറയുന്നത്. അമ്മച്ചിയോട് പറയുകയാണ്, നിന്നെ പിടിച്ചോണ്ട് പോവും, എന്നെ കൊന്നിട്ട്, നീ സുന്ദരിയാണ്. അപ്പോൾ വേദപുസ്തക പ്രകാരം സൗന്ദര്യത്തിന് പ്രായപരിധിയില്ല. അപ്പം നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഈ ചിന്തകളുടെ ഉപസംഹാരത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിനി ഇടവകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഈ നാം കേട്ട വചനം എങ്ങനെ നമുക്ക് ജീവിതത്തിൽ അനുദിനം നമ്മുടെ വിശ്വാസത്തെ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഈ വിധത്തിൽ ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് പ്രധാനമായും നമ്മൾ ശ്രദ്ധ വെച്ചത് യേശുവിലൂടെയുള്ള രക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം. ക്രിസ്തീയ രക്ഷ, ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ആരംഭിക്കുന്നത് നീതീകരിക്കപ്പെടുന്നതിലൂടെയാണ്. അതിൻ്റെ അവസാനം ഫിനിഷിംഗ് പോയിൻ്റ് ഏതാണ്? മഹത്വീകരണമാണ്. അപ്പോൾ ഈ രക്ഷയിൽ നമ്മളെ നിലനിർത്തുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മൾ ഇന്നലെ വിശദമായിട്ട് പരിശുദ്ധാത്മ അഭിഷേകത്തെക്കുറിച്ച് കണ്ടു. ആത്മാവാണ് നമ്മളെ നീതീകരിക്കുന്നതും വിശുദ്ധീകരിക്കുന്നതും മഹത്വീകരിക്കുന്നതും. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ എങ്ങനെ നമുക്ക് പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാം? അതിന് നമുക്ക് എങ്ങനെ ഈ രക്ഷയുടെ സന്തോഷം നിലനിർത്താം? എങ്ങനെ രക്ഷയെ സജീവമായി നിലനിർത്താം? എങ്ങനെ വിശ്വാസത്തിൽ തുടരാം? തുടർച്ചയായി വിശ്വസിക്കാം, വിശ്വസിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടുന്നതിന് വേണ്ടിയാണ് ചില ചിന്തകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് തുടങ്ങാൻ വേണ്ടി റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ വേഗം വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായം 1 മുതൽ. ആകയാൽ ഇപ്പോൾ വായിച്ചോളുക. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. ഞാൻ പറഞ്ഞിരുന്നു, നീതീകരണത്തിൻ്റെ ആദ്യത്തെ ഫലമാണ് ദൈവവുമായുള്ള സമാധാനം. അപ്പോൾ ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് വിശ്വാസം വഴി അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ 2 വാക്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ?
നീതീകരണത്തെക്കുറിച്ചാണ്. നാം നീതീകരിക്കപ്പെട്ടു, അതിനെക്കുറിച്ചാണ് പറയുന്നത് ആദ്യത്തെ 2 വാക്യങ്ങൾ. ഇപ്പോൾ വിശ്വാസത്താൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് സമാധാനം. അപ്പം ആദ്യത്തെ 2 വാക്യങ്ങൾ 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? വിശ്വാസത്തിലൂടെ കൈവന്ന നീതീകരണത്തെക്കുറിച്ചാണ്. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം പറയുന്നു, ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അത് പറയുന്നതിനെ കുറിച്ചാണ്, മഹത്വീകരണത്തെക്കുറിച്ചാണ്. റോമർ 5:1 പറയുന്നത് നീതീകരണത്തെക്കുറിച്ച്, 2:b അങ്ങനെയാണ് പറയുന്നത്. ഒരു വാക്യത്തിനകത്ത് 2 വാക്യങ്ങളുണ്ടെങ്കിൽ 2a 2b അങ്ങനെ പറയുന്നത്. 2b പറയുന്നത് എന്താണ്? ദൈവമഹത്വത്തിൽ പങ്കുചേരുന്നതിനെ കുറിച്ചാണ്. അപ്പം ഇതിനിടയ്ക്ക് ഒരു ഘട്ടമുണ്ട്, അതേതാണത്? വിശുദ്ധീകരണം. അപ്പോൾ ആ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് തുടർന്നുള്ള വാക്യങ്ങൾ പറയുന്നത്. വായിക്കാം. മാത്രമല്ല, വാക്യം 3, മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ, അതായത് നാം ശ്രദ്ധിക്കുക, നാം പ്രത്യാശയിൽ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അത് നമ്മുടെ വിശുദ്ധീകരണത്തിൽ നാം നിലനിൽക്കുമ്പോൾ, നാം വിശുദ്ധീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നാം പ്രത്യാശയിൽ നിലനിൽക്കുകയാണ്. ഒരു പ്രത്യാശയുണ്ട് നമുക്ക്. എന്താണ് ആ പ്രത്യാശ? നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചില്ല, അതാ നിങ്ങൾക്ക് അറിയാത്ത. എന്താണ് ആ പ്രത്യാശ? ദൈവമഹത്വത്തിൽ പങ്കുചേരാം, അതാണ് പ്രത്യാശ. ദൈവമഹത്വത്തിൽ പങ്കുചേരാം, അതാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണ്. കഷ്ടത നിസാരമല്ല, പക്ഷെ കഷ്ടതയെ നിസാരമാക്കുന്നത് പ്രത്യാശയാണ്. എന്ത് പ്രത്യാശ? ദൈവമഹത്വത്തിൽ പങ്കുചേരാം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഒരു കഷ്ടതയും നിസാരമല്ല. അല്ലെങ്കിൽ ഒരു ദുഃഖവും ഒരു പ്രതിസന്ധിയും നിസാരമല്ല. ഇത് നിസാരമാവുന്നത്, അതിനെ സാരമില്ലാത്തതാക്കുന്നത് ഒരു പ്രത്യാശയാണ്. എന്താണ് ആ പ്രത്യാശ? ഹലോ, ദൈവമഹത്വത്തിൽ പങ്കുചേരാം. ഇതാണ് നമ്മൾ ഒരു വചനം കൂടെ വായിച്ചിരുന്നു, വ്യക്തതയ്ക്ക് വേണ്ടി ഒന്നുകൂടെ വായിക്കാം. 1 പത്രോസ് 4:12. 1 പത്രോസ് 4:12. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചാലെന്നവണ്ണം പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ കഷ്ടതയെ സാരമില്ല എന്ന് വെക്കാൻ, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, അല്ലേ? നിത്യ തേജസ്സിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ ഇത് സാരമില്ല, ഇത് സാരമില്ലാത്തതായി വെക്കാൻ, കരുതാൻ സഹായിക്കുന്നത് പ്രത്യാശയാണ്. ആ പ്രത്യാശ എന്താണ്? വെരി ഗുഡ്. ദൈവമഹത്വത്തിൽ പങ്കുചേരാം എന്ന പ്രത്യാശയാണ് കഷ്ടതകളെ നിസാരമായി കാണാൻ സഹായിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞത്. ഇനി റോമർ 5 തിരിച്ചു വരിക. എന്താണ് അവിടെ പറയുന്നത്? ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. റോമർ 5:3 വായിക്കാം. മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശയുള്ളത് കൊണ്ട് നമ്മൾ നിരാശരാകുന്നില്ല. അപ്പോൾ നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞ്
മഹത്വീകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് കുറച്ച് വാക്യങ്ങളിൽ അദ്ദേഹം നാം അനുദിനം കടന്നു പോകുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ പിടികിട്ടിയോ? പൊസിഷൻ ചെയ്യുക, ശ്രദ്ധിക്കുക. നീതീകരണം, നമ്മൾ നീതീകരിക്കപ്പെട്ടു, നമ്മൾ മഹത്വീകരിക്കപ്പെടും, മഹത്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് അദ്ദേഹം കഷ്ടതകളെ കുറിച്ച് പറയുക. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ചോദ്യം, ഇപ്പൊ എന്തിനാ ഈ കഷ്ടതയെക്കുറിച്ച് പറയുന്നത്? കഷ്ടതയെക്കുറിച്ച് പരാമർശിക്കേണ്ട കാര്യം എന്താണ്? നല്ല തിയോളജി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നീതീകരിക്കപ്പെട്ടു, മഹത്വീകരിക്കപ്പെടും, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തിനാണ് അനുദിന ജീവിതത്തിലെ കഷ്ടതകളെക്കുറിച്ച്, കഷ്ടത, സഹനശീലം, സഹനശീലം, ആത്മധൈര്യം, ആത്മധൈര്യം, പ്രത്യാശ, എന്തിനിത് സംസാരിക്കണം, എന്തിനിത് പരാമർശിക്കണം? അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ ബൈബിളിൽ മഹത്വവുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള സൂചനകളുണ്ടാവും. ഞാൻ എന്താ പറഞ്ഞേ? മഹത്വത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് എടുത്താൽ അവിടെയെല്ലാം കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള റെഫറൻസസ് ഉണ്ടാവും. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ 1 പത്രോസിൽ വായിച്ചത് എന്താണ്? ക്രിസ്തുവിനെ പ്രതി നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഇങ്ങനെ മഹത്വം എവിടെ പറയുന്നോ അവിടെ മിക്കവാറും എല്ലാ ഇടങ്ങളിലും കഷ്ടപ്പാടിനെ കുറിച്ച് പറയും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മഹത്വീകരണത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് കഷ്ടപ്പാടുകളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. ഞാൻ ചുരുക്കി പറയാൻ മനസ്സിലാവുന്ന വിധത്തിൽ, അതായത് നീതീകരണത്തിനും മഹത്വീകരണത്തിനും ഇടയിലുള്ള ഘട്ടമാണ് വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നത് 2 വിധത്തിലാണ്. നമ്മളെ വിശുദ്ധീകരിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് മുഖ്യമായും 2 വിധത്തിലാണ്. 1 കൂദാശകളിലൂടെ, 2 കഷ്ടപ്പാടുകളിലൂടെ. ഈ 2 വിധത്തിലാണ് വിശുദ്ധീകരണം നടക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് 2 വിധത്തിലാണ്. 1 കൂദാശകളിലൂടെ, 2 കഷ്ടപ്പാടുകളിലൂടെ. സാങ്ക്ടിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു സാക്രമെന്റ്സ് പ്ലസ് സഫറിങ്. എസ് ഈസ് ഈക്വൽ ടു എസ് പ്ലസ് എസ്. സാങ്ക്ടിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു സാക്രമെന്റ്സ് പ്ലസ് സഫറിങ്. മറക്കാതിരിക്കാനാണ്. എസ് സമം എസ് അധികം എസ്. മനസ്സിലായോ? അപ്പോ വിശുദ്ധീകരണം നടക്കുന്നത് 2 വിധത്തിലാണ്. ഏതൊക്കെയാണ് 2 വിധം? കൂദാശകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും. അപ്പോ ഇവിടെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുന്നതിൻ്റെ കാരണം ഈ കഷ്ടപ്പാടുകൾ നമ്മളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വിശുദ്ധീകരണം നമ്മളെ മഹത്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമഹത്വം നമ്മളിൽ നിറയുന്നത് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ്. കഷ്ടപ്പാടുകളെ ദൈവം കാണുന്നത് പോലെ സ്വീകരിക്കുമ്പോഴാണ്. ഇനി വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു വാക്യമുണ്ട്, കുഴപ്പം പിടിച്ചൊരു വാക്യം. അതായത് കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും. അതെന്താണ്? കഷ്ടത സഹനശീലം എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കുന്നു? എന്താണ് സഹനശീലം? സഹിക്കാനുള്ള ശീലം അല്ല. ഉത്തരം പൂർണ്ണമായും തെറ്റാണ്. സഹനശീലം എന്ന് പറഞ്ഞാൽ സഹനശീലം എന്ന് പറഞ്ഞാൽ ഒരു കഷ്ടപ്പാടിനെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് എടുക്കാനുള്ള വിശ്വാസിയുടെ കഴിവിനെയാണ് സഹനശീലം എന്ന് പറയുന്നത്. സഹിക്കാനുള്ള കഴിവ് ലോകത്തെല്ലായിടത്തും ഉണ്ട്. പോക്കറ്റ് അടിച്ച് ആളുകളെല്ലാം കൂടെ പിടിച്ച് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലിട്ട് ഇടിക്കുമ്പോൾ കള്ളൻ, പോക്കറ്റ് അടിക്കാരൻ നല്ല സഹനശേഷിയോടുകൂടിയാണ് ഈ ഇടിയുള്ളത്. പോലീസുകാരൻ ലോക്കപ്പിലിട്ട് ഇടിക്കുമ്പോൾ കള്ളനും ക്രിമിനലും നല്ല അവന് എത്ര ഇടി ഉണ്ടാലും സത്യം പറയാത്ത ആളുകൾ. അതല്ലത്. ഇങ്ങനെ ഒരു എന്നാ പറയുന്നത്, വൈകാരിക ഭാവവ്യത്യാസം ഇല്ലാതെ ഇങ്ങനെ ഇടി കൊള്ളുമ്പോൾ അതല്ല സഹനശീലം. സഹനശീലം എന്ന് പറഞ്ഞാൽ ഒരു സഹനം ദൈവം തരുമ്പോൾ ആ സഹനത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാനും, ആ സഹനം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനും, ആ സഹനം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഏറ്റെടുക്കാനുമുള്ള
ഒരു വിശ്വാസിയുടെ കഴിവിൻ്റെ പേരാണ് സഹനശീലം. പറഞ്ഞേ ഹല്ലേലൂയ. എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും? അതായത് ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതികളെ കാണാൻ പറ്റുക, ദൈവത്തിൻ്റെ ജ്ഞാനം കാണാൻ പറ്റുക, ദൈവം വെറുതെ ഒന്നും അനുവദിക്കത്തില്ല എന്ന് വിചാരിക്കുക, അതിലൂടെ പ്രവർത്തിക്കുന്ന ദൈവകരത്തെ കാണുക. ഇത് കാണാനുള്ള ഒരാളുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സഹനശീലം. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഓരോ സഹനത്തിൻ്റെ പിന്നിലും ദൈവം അനുവദിച്ചു തരുന്ന നന്മകളുണ്ടാവും. ആ നന്മകളെ കാണാൻ പറ്റി, അതാണ് സഹനം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല. അതായത് സഹനശീലം, ദൈവം കാണുന്ന പോലെ സഹനത്തെ എടുക്കാനുള്ള കഴിവ്. ഞാൻ ഈ അമ്മാടം, തൃശ്ശൂരിൻ്റെ അടുത്തൊരു സ്ഥലമാണ് അമ്മാടം കൺവെൻഷൻ കഴിഞ്ഞ് ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു പെങ്കൊച്ച് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ ഒരു കത്ത് തന്നു. എന്നിട്ട് പറഞ്ഞു വായിക്കണമെന്ന് പറഞ്ഞു. വായിച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയിലിരുന്നത് വായിച്ചു. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു, എൻ്റെ കല്യാണം ഒരു ചതിയായിരുന്നു. ആദ്യത്തെ വാചകം ഇതാണ് കത്തിലെ, എൻ്റെ കല്യാണം ഒരു ചതിയായിരുന്നു. ബുദ്ധി വളർച്ചയില്ലാത്ത, ഇടയ്ക്കിടയ്ക്ക് വയലൻ്റ് ആവുന്ന, അക്രമാസക്തനായി എല്ലാവരെയും ഉപദ്രവിക്കുന്ന, വസ്തുവകകൾ തല്ലിത്തകർക്കുന്ന, സ്ഥിരചിത്തനല്ലാത്ത ഒരാളുമായി എൻ്റെ വിവാഹം എൻ്റെ വീട്ടുകാരും അയാളുടെ വീട്ടുകാരും ചേർന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ ചതിച്ച് നടത്തിയതാണ്. എൻ്റെ വീട്ടുകാരും അയാളുടെ വീട്ടുകാരും ചേർന്ന്. പാവപ്പെട്ടൊരു കുടുംബമാണ്, കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കല്യാണം എന്ന ആലോചനകളൊന്നും വരുമ്പോൾ സ്ത്രീധനമൊന്നും കൊടുക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് രണ്ട് വീട്ടുകാരും തമ്മിൽ നടത്തിയ ഒരു കല്യാണം. ഈ പെൺകുട്ടിയുടെ കണ്ണിൽ ഇതൊരു ചതിയാണ്. ഡേ 1 മുതൽ അടിയാണ്, ഇയാൾ ഉപദ്രവമാണ്. കുറച്ച് കഴിയുമ്പോൾ ഇയാൾ വയലൻസ് മാറിക്കഴിയുമ്പോൾ പിന്നെ സ്നേഹമാണ്. പക്ഷേ പിന്നെ എപ്പോഴാണ് സ്വഭാവം മാറുന്നത് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ആ കത്തിനകത്ത് എഴുതി പറഞ്ഞിരിക്കുകയാണ്, അച്ഛാ എവിടോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്ന് ഞാൻ വിചാരിച്ചിരുന്ന നാളുകൾ. ആ നാളുകളിലാണ് ഞാൻ യൂട്യൂബിൽ ഒരു വചനം കേൾക്കുന്നത്. ജോസഫിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. ആ 50-ാം അധ്യായത്തിൽ ഒരു നല്ല വചനമുണ്ട്. ആ വചനം ഇതാണ്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, എൻ്റെ ദൈവം അത് നന്മയാക്കി മാറ്റി. അനേകം പേരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിനാണ് ദൈവം അങ്ങനെ ചെയ്തത്. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ എൻ്റെ ദൈവം അതെനിക്ക് നന്മയാക്കി മാറ്റി. അപ്പം അന്ന് ഞാനത് പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മനുഷ്യർ നിങ്ങളെ ചതിക്കും, ദൈവം നിങ്ങളെ ചതിക്കുന്നില്ല. മനുഷ്യരുടെ ജീവിതത്തിലെ ചതിയിലൂടെ നിങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ വലിയൊരു വിഷമവും ദുഃഖവുമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അവിടെയും ദൈവം നിങ്ങളെ ചതിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിങ്ങൾ കാണാത്ത ചില നന്മകൾ വരുംകാലങ്ങളിലേക്ക് കരുതി വെച്ചിട്ടുള്ള ദൈവപ്രവൃത്തിയായിട്ട് അത് മാറാം, ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് അതിനെ ഏറ്റെടുത്താൽ. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ഈ പെൺകുട്ടിയെ സ്പർശിച്ചു. അവൾ എഴുതിയിരുന്നു, ഇനി ഈ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എവിടേക്കെങ്കിലും ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോണമെന്നുള്ള ചിന്തയൊക്കെ എന്നിൽ നിന്ന് ഇല്ലാതായി. എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കെന്ത് സംഭവിക്കുമെന്ന്. ഒരുപക്ഷെ ഈ വീട്ടിൽ കിടന്ന് ഞാൻ മരിച്ചെന്ന് വരാം. എനിക്ക് അറിഞ്ഞുകൂടാ ഇനി എനിക്കെന്താ സംഭവിക്കാൻ പോണേന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഈ മനുഷ്യനെ സ്നേഹിച്ച് ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ശക്തി ചോർന്നു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം, എന്നെ ഓർക്കണം, പ്രാർത്ഥിക്കണം, അത്രയും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ കത്ത് അവൾ ചുരുക്കിയിരിക്കുന്നു. ഇതിൻ്റെ പേരാണ് സഹനശീലം. ഓടി രക്ഷപ്പെടാൻ ലോകത്താരും ഇവളെ കുറ്റം പറയില്ല. കാരണം ഇങ്ങനെ അക്രമം സഹിച്ചൊരു വീട്ടിൽ കഴിയേണ്ട കാര്യമില്ല, ആരും കുറ്റം പറയില്ല. പക്ഷെ ഒരാൾ എന്ത് ചെയ്യുന്നു, ഈ കഴുമരം ഒരാൾ തോളിൽ എടുത്തു വെക്കുന്നു. അല്ലെങ്കിൽ ജോൺ ബോളിൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടെങ്കിൽ, ചേച്ചി അവനെ കല്യാണം കഴിക്കരുതെന്ന് കൂട്ടുകാരെ എല്ലാവരും വിളിച്ച് പറയുമ്പോൾ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല എന്ന വചനം സ്വീകരിച്ച് 5 കൊല്ലം നരകതുല്യമായൊരു ജീവിതത്തിൻ്റെ പീഡാനുഭവങ്ങളുടെ അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥകളിലൂടെ കടന്നുപോയൊരു സ്ത്രീ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ
ആ ജീവിതത്തിൻ്റെ സഹനത്തെ ഏറ്റെടുത്ത സ്ത്രീയാണ്. അതാണ് സഹനശീലം. വെറുതെ പരാതി പറഞ്ഞ് സഹിക്കുന്നതല്ല ഇത്, മറിച്ച് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വേദനകളെ സ്വീകരിക്കാനുള്ള കഴിവ്. അങ്ങനെ സ്വീകരിക്കാൻ, അവിടെ നിരാശരാകാതിരിക്കാൻ, അവിടെ മനസ്സ് തകർന്നു പോകാതിരിക്കാൻ, അവിടെ നഷ്ടബോധത്തിൻ്റെ നീരാളിക്കുഴികളിലേക്ക് താണു പോകാതിരിക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് ഒരു പ്രത്യാശയാണ്. എന്താണ് ആ പ്രത്യാശ? ദൈവമഹത്വത്തിൽ പങ്കുചേരാം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് മഹത്വത്തിൽ പങ്കുചേരാം. ദൈവം തരുന്നൊരു മഹത്വമുണ്ട് ഇതിന്, ദൈവം തരുന്നൊരു പാരിതോഷികമുണ്ട് ഇതിന്, ദൈവം തരുന്ന ഒരു സംരക്ഷണമുണ്ട് ഇതിന്, ദൈവം തരുന്നൊരു കരുതലുണ്ട് ഈ ജീവിതത്തിന്, ദൈവം തരുന്ന നന്മകളുണ്ട് ഈ ജീവിതത്തിന്. ഇതിന് നമ്മൾ കാണുന്നതിനും കേൾക്കുന്നതിനും നമ്മുടെ ഇന്ദ്രിയങ്ങൾ അനുഭവിച്ചറിയുന്നതിനും അപ്പുറത്തുള്ള വരുംകാല തലമുറകളിലേക്ക് നീണ്ട് 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 പരന്നു കിടക്കുന്ന വിദൂര സാധ്യതകൾ ഈ സഹനത്തിൽ നിന്നുണ്ടാവുന്നുണ്ട്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, തലമുറകളുടെ വീണ്ടെടുപ്പ് നടക്കുന്നുണ്ട്, ഒരുപാട് ശുദ്ധീകരണാത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നുണ്ട്, ഒത്തിരി പേര് മാനസാന്തരപ്പെടുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല. ഈ കാണുന്ന ഈ ഇന്ദ്രിയ ഗോചരമായ ലോകത്ത്, അല്ലെങ്കിൽ ഇന്ദ്രിയം കൊണ്ട് തിരിച്ചറിയുന്ന ഒരു ലോകത്ത്, ഈ നമ്മുടെ കണ്ണും കാതും കൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് ആത്മാവിൻ്റെ ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതാണ് സഹനശീലം. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നമുക്ക് ഓക്കെ പറയാം, പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ ഒരു ഇടവകയിൽ ഇരിക്കുമ്പോൾ, ഞാൻ വികാരിച്ചനായിരുന്ന സ്ഥലങ്ങൾ ഒക്കെ അവിടുത്തെ ആളുകളുണ്ട് ഇവിടെ. ഞാൻ ആരോടും വഴക്കിലൊന്നും പോവില്ല. ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലും കഴിവതും ഒന്നും പറയാതിരിക്കാൻ നോക്കും. പിന്നെ മാനസികമായിട്ട് ചിലപ്പോൾ ദേഷ്യവും എന്തെങ്കിലും പറഞ്ഞാലും ഒരു പിടുത്തം വെച്ചൊക്കെ പറയത്തുള്ളൂ, വിട്ടൊന്നും പറയത്തൊന്നും. വഴക്കുണ്ടാക്കാൻ ഇഷ്ടമില്ല. കാരണം വഴക്കുണ്ടാക്കാത്തതിൻ്റെ കാരണം അത് ഞാൻ പറഞ്ഞുതരാം. വഴക്കുണ്ടാക്കാത്തതിൻ്റെ ഒരു കാരണമുണ്ട്. അത് ഞാൻ കൊച്ചച്ഛനായിട്ടിരിക്കുമ്പോൾ, ഈ കോന്നി വൈദിക ജില്ലയിൽ തണ്ണിത്തോട്ടിൽ കൊച്ചച്ഛനായിട്ടിരിക്കുമ്പോൾ, അന്ന് ഈ കോന്നി വൈദിക ജില്ലയിലെ വികാരിയച്ഛൻ, വൈദിക ജില്ലയുടെ വികാരിയച്ഛൻ, ജില്ലാ വികാരിയച്ഛൻ നമ്മുടെ തടത്തിലച്ഛനായിരുന്നു. അപ്പോൾ തടത്തിലച്ഛൻ, ഞാൻ ഇടവകയിൽ ഇങ്ങനെ പ്രയാസവും ഇങ്ങനെ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസമോ വഴക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ എങ്ങനെ ഉണ്ടാ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ അച്ഛനോട് പറയും, അച്ഛാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ ഇരിക്കും, ഞാനൊരു ഉപദേശം തരാമെന്ന് പറഞ്ഞു. പള്ളിയിൽ ആരോടും വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു തരികയാണ്. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, ഇതിൻ്റെ കാരണം എന്തെന്നറിയാമോ? എടാ, നമുക്ക് ഭാര്യയും പിള്ളേരും ഒന്നുമില്ല, നീ അത് ഓർത്തോണം. നമ്മളോട് ആര് വഴക്കുണ്ടാക്കിയാലും അവന് ഭാര്യയും പിള്ളേരും ഉണ്ട്. അവൻ പോയി പിള്ളേരെയും കളിപ്പിച്ച് ഭാര്യയോട് നല്ല വർത്തമാനം പറഞ്ഞ് അവൾ തരുന്ന കഞ്ഞിയും കുടിച്ച് അവൻ സുഖമായിട്ട് കിടന്നുറങ്ങും. നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഉള്ള യാഥാർത്ഥ്യം നീ മനസ്സിലാക്കിയിരിക്കണം. ആരോടും വഴക്കുണ്ടാക്കാൻ പോകരുത്. ഇത് ഈ അച്ഛനായതിൻ്റെ ഒന്നാമത്തെ കൊല്ലം കിട്ടിയ ഉപദേശമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? അപ്പോൾ വഴക്കിന് പോകാതിരിക്കാൻ ശ്രദ്ധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചു മിഷനിൽ ഞായറാഴ്ച ദിവസം ഈ കുട്ടികൾ വർത്തമാനം പറയുമ്പോൾ, അവർ വർത്തമാനം പറയാൻ പാടില്ലല്ലോ കുർബാനയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും കൈമുത്തിന് മുമ്പ് ഒരു കലാപരിപാടിയുണ്ട്. ഈ വർത്തമാനം പറഞ്ഞവരെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് മുമ്പിലേക്ക് വിളിച്ചിട്ട് ചെവിയിൽ ഇങ്ങനെ പിടിക്കും. സത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ നുള്ളി ചോര വരുത്തൊന്നുമില്ല. ഒന്നാമത് ഞാൻ ഈ നഖം കടിക്കുന്നതുകൊണ്ട് എനിക്ക് നഖമില്ല. രണ്ടാമത് അങ്ങനെ ചെയ്യുന്നത് ദോഷമാണ്. ആകെ കൂടി ജീവിതത്തിൽ ഒരാളുടെ ചെവി പിടിച്ച് ചെവി ഇച്ചിരി നൊന്തത്, അത് കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്താണ് അത് ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ കൊച്ചുപിള്ളേരെയൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അപ്പം ഇതെന്താ പറയുക, ഇത് ശരിക്കും മാതൃകാപരമായ ശിക്ഷയാണ്. മുമ്പിലേക്ക് വിളിച്ചു വരുത്തുന്നു, ചെവിയിൽ ഇങ്ങനെ പിടിക്കത്തുള്ളൂ, ഇത്രയും ഇങ്ങനെ പിടിക്കുന്നു, വിടുന്നു. അപ്പോൾ ഇവർ റെഡിയായി നിൽക്കും വർത്തമാനം പറഞ്ഞവർ. കാരണം ഞായറാഴ്ച ഇങ്ങനെ വിളിക്കുമ്പോൾ ചെല്ലുന്നു, അവർക്ക് സന്തോഷമാണ്, വരുന്നു, ഞാൻ ഇങ്ങനെ പിടിക്കുന്നു, പോകുന്നു. അങ്ങനെ പതിവ് പോലെ ആ ഞായറാഴ്ചയും മുമ്പിലേക്ക് വിളിച്ചു. 3-4 പേരുണ്ടായിരുന്നു, അവരെയും വിളിച്ചു, ചെവിയെ പിടിച്ചു, വിട്ടു. അപ്പോൾ ഈ കൊച്ചൻ എന്ത് ചെയ്യുന്നറിയാം, അവന് സൺഡേ സ്കൂളിൽ ഇരിക്കാൻ വയ്യാത്തതിന് അവൻ വീട്ടിൽ ഓടി പെട്ടെന്നങ്ങ് പോയി. അവന് സൺഡേ സ്കൂളിൽ ഇരിക്കാൻ വയ്യ. അപ്പോൾ ഇവൻ്റെ അപ്പൻ്റെ ചേട്ടൻ മദ്യപാനിയാണ്, പള്ളി വരാത്ത ആളാണ്. അപ്പൻ്റെ ചേട്ടൻ നല്ല കള്ള കുടിച്ച് പൂസായ ഞായറാഴ്ച വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ അപ്പൻ്റെ ചേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അവൻ ചോദിച്ചു, നീ സൺഡേ സ്കൂളിൽ ഇരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, അച്ഛൻ എന്നെ ചെവിക്ക് പിടിച്ചെന്ന് പറഞ്ഞു. ചെവിക്ക് പിടിച്ച് എൻ്റെ ചെവി അച്ഛൻ പിടിച്ച് ഞെരിച്ച് മുറിക്കാറാക്കിയെന്ന് പറഞ്ഞു.
കള്ളുടിച്ചിരിക്കുമ്പോൾ എല്ലാം സത്യമാണെന്ന് തോന്നും. ഇയാൾ കേട്ട വാദി കേൾക്കാത്ത വാദി കൈ കിട്ടിയൊരു വിറകുള്ളിയായിട്ട് വാലിബൻ വരികയാണ്. വാലിബൻ ഇനി ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടോടെ പറയാനുണ്ട്. ജീസസ് യൂത്തിലെ ചെറുപ്പക്കാർ അതിനു മുമ്പ് ഒരു 2-3 ആഴ്ച മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ ചെറുപ്പക്കാരെല്ലാം ഒത്തിരിയും പേര് കള്ളിനും കഞ്ചാവിനും അടിമകളായിട്ട് പോവാണ്. അച്ഛാ, നമുക്കതുകൊണ്ട് ചുറ്റി നടന്ന് പ്രാർത്ഥിക്കാം, പരിശുദ്ധ കുർബാനയും കൊണ്ട് പോവാം, അച്ഛൻ വരാമെന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജീസസ് യൂത്തിലെ ചെറുപ്പക്കാർ ഞായറാഴ്ച രാവിലെ ധ്യാനകേന്ദ്രത്തിൽ വന്നു. ധ്യാനകേന്ദ്രം തുടങ്ങിയ 2017 സമയം. അപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ അവർ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ കുർബാന ഇവിടെ അല്ല, പള്ളിയിലാണ്, നിങ്ങൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ വണ്ടിക്ക്, ജീസസ് യൂത്തിലെ കുറേ ചെറുപ്പക്കാർ വണ്ടിക്ക് എൻ്റെ ഇടവകയിൽ വന്നു. അപ്പോൾ ഇടവകയിൽ കുർബാന അർപ്പിച്ചിട്ട് അവിടുന്ന് പരിശുദ്ധ കുർബാനയായിട്ട് തീരപ്രദേശങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ദിവസമാണ് അന്ന്. ഈ പശ്ചാത്തലം കൂടെ പറഞ്ഞാലേ ബാക്കി മനസ്സിലാവും. അപ്പം ഞാൻ ഈ കുർബാന കഴിഞ്ഞ് കൈമുത്തം കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് ഇവരുടെ കൂടെ ഈ കോസ്റ്റൽ ഏരിയയിലൂടെ മുഴുവൻ കുർബാനയും കൊണ്ട് ഞങ്ങൾ പോവാണ്, പ്രാർത്ഥിച്ച് പോവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാലിബൻ വിറകുള്ളിയായിട്ട് വരികയാണ്. ഞാൻ ഒന്നും അറിയുന്നില്ല. എന്നോടൊരു ചേച്ചി ഒരു കത്തെഴുതി തരാമെന്ന് ചോദിച്ചു, കൊച്ചിൻ്റെ അഡ്മിഷൻ എന്ന കാര്യത്തിന്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് എഴുത്തെഴുതി ഒപ്പിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് കൊടുക്കുമ്പോൾ ഒരു വലിയ തെറിയും കേട്ടു, ഒരു അലർച്ചയും കേട്ടു. അപ്പം ഞാൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ വാലിബൻ വിറകുള്ളിയായിട്ട് നിൽക്കുകയാണ്. ഒരു 3-4 നല്ല തെറി വിളിച്ചിട്ട് എന്നെ അടിക്കാൻ, എൻ്റെ കൊച്ചിനെ നീ ചെവിക്ക് പിടിക്കൂടാൻ ചോദിച്ചുകൊണ്ട് അടിക്കാനായിട്ട് ഇങ്ങനെ അങ്ങ് വന്നു. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. കാരണം ഒന്നാമത് ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണിത്. രണ്ടാമത് അതൊരു പാവപ്പെട്ട മനുഷ്യരുടെ സ്ഥലമാണ്. അവരൊന്നും അങ്ങനെയൊന്നും ഒരിക്കലും അച്ഛന്മാരോട് പെരുമാറുന്ന ആളുകളല്ല. അതിനേക്കാൾ വലിയ വില്ലന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ സ്ഥലങ്ങളിൽ. പക്ഷേ ഈ സ്ഥലത്ത് നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവിടെ നിന്ന ആളുകളെല്ലാം പെട്ടെന്ന് അങ്ങ് പകച്ചുപോയി. കാരണം ഇങ്ങനെയൊന്നും അവിടെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഇവന് പള്ളിയിലൊന്നും വരുന്ന ആളെയല്ല. പള്ളിയിൽ ഇവനെ ഇങ്ങനെയൊക്കെ സന്ദർഭങ്ങളിലേ കാണാൻ പറ്റും. അപ്പോൾ ഈ തെറിയും വിളിച്ചിട്ട് ഇതെടുത്ത് ഇങ്ങനെ, അപ്പം ഞാൻ വിചാരിച്ചു അടി കിട്ടിയത്. പെട്ടെന്ന് ഈ സന്ദർഭത്തിൽ യാഥാർത്ഥ്യബോധത്തിലേക്ക് ഞാൻ വന്നിട്ട് ഈ ഒപ്പിട്ടിനി പോകണമല്ലോ. നമ്മുടെ ജീസസ് യൂത്ത് പിള്ളേരെല്ലാം നിൽപ്പുണ്ടോ അവിടെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ചറിവിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് അടിക്കും, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ദിവികാരൻ്റെ പ്രദർശനമുള്ളതാണ്, വേഗം അടിച്ചിട്ട് പോകാൻ പറഞ്ഞു. അവൻ എന്നെ അടിച്ചില്ല, ആ വിറക് അടിച്ച് അവിടെ ഒടിച്ച് ഒരു 5-6 തെറിയോടെ വിളിച്ചിട്ട് തിരിച്ചു പോയി. അടി കിട്ടിയില്ല. അതിന് വേറെ എവിടെ ഒന്നാ വച്ചിരിക്കുന്നത്, ഇവിടെ നിന്ന് കിട്ടിയില്ല എന്തായാലും. അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞു. ഒരു വല്ലായ്മ തോന്നി, ആളുകളൊക്കെ വിഷമിച്ച് നിൽക്കുകയാണ്. ഞാൻ സാരമില്ല, അത് കുഴപ്പമില്ല, അവൻ കള്ളു കുടിച്ചിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വണ്ടിയിൽ കയറി. ദിവ്യാനൻ്റെ പ്രദർശനം ഉണ്ടല്ലോ, അപ്പോൾ അത് തലേ കിടക്കുന്നുണ്ട്. ഇത് തൽക്കാലത്തേക്ക് മറന്നു പോയി. അപ്പോൾ അകത്ത് കയറിയിട്ട് പിള്ളേർ പ്രാർത്ഥനയും സ്തുതിപ്പും ആരാധനയും തുടങ്ങി. പിന്നെ ആ ഒരു മൂവ്മെൻറ്റിലങ്ങ് പോയി. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ദിവ്യാനൻ്റെ പ്രദർശനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പിള്ളേർക്കെല്ലാം ഭക്ഷണവും വാങ്ങിച്ചു കൊടുത്ത് ഞാനും ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ധ്യാനകേന്ദ്രം തുടങ്ങിയ സമയമാണ്, അവിടെ ആരുമില്ല. ഞാനും ഉണ്ടൊരു സെമിനാരിക്കാരനും ഉണ്ട്, ഞങ്ങൾ 2 പേരേ ഉള്ളൂ അവിടെ. അപ്പോൾ അവിടേക്ക് ചെന്നു. വലിയ വിജനമായ സ്ഥലമല്ലേ. ഈ വിജനമായ സ്ഥലത്ത് ഉച്ച കഴിഞ്ഞ് ചെന്ന് മുറിയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ രാവിലത്തെ സംഭവം എൻ്റെ അകത്തിങ്ങനെ കയറി വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കഥയൊക്കെ അടച്ചിട്ട് കുറച്ചു നേരം വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ച് വെറുതെ ഇരുന്ന് ഞാനിങ്ങനെ ആലോചിച്ച്, ദൈവമേ, ശരിക്കും അടി കിട്ടണ്ടായിരുന്നു. ഇതെന്തിനാണ് ഇതിപ്പോൾ സംഭവിച്ചത്? എന്താണ് ഇതിൻ്റെ ലെസൺ? ഞാൻ ആലോചിക്കുകയാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല പ്രയാസമുണ്ട്. ആ സമയത്ത് എനിക്ക് നല്ല വിഷമമുണ്ട് അങ്ങനെ സംഭവിച്ചതിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ദൈവത്തിൻ്റെ സ്വരം വരികയാണ്. അതായത് നമുക്ക് ദൈവം പരീക്ഷയിടുന്നത് എങ്ങനെയാണെന്നറിയാം? പരീക്ഷയിടുന്നത് പഠിച്ച പാഠങ്ങൾ നമ്മൾ ശരിക്കും പഠിച്ചോന്നറിയാൻ പരീക്ഷയിടും. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാനാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് വലിയ പ്രതിഫലം കിട്ടാൻ പോവാണ്.
പരീക്ഷ വരുമ്പോൾ ടെസ്റ്റ് പേപ്പർ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ടെസ്റ്റ്. അപ്പം ഇങ്ങനെ ദൈവാത്മാവ് സംസാരിക്കുകയാണ്, നീ ഇന്ന് പരിശുദ്ധ കുർബാനയും കൊണ്ട് ഇന്ന് ഈ തീരപ്രദേശത്തേക്കെല്ലാം പോയി. അപ്പം നീ എന്താണ് കൈ പിടിച്ചിരുന്നത്? പരിശുദ്ധ കുർബാന. എന്താണ് പരിശുദ്ധ കുർബാന? അതായത് ദൈവം, ആ ദൈവത്തിന് എത്രമാത്രം ചെറുതാകാമോ അത്രമാത്രം ചെറുതായിട്ട് സ്റ്റിൽ ദൈവമാണ്, പക്ഷെ ചെറുതായിട്ടിരിക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഫാൻ വെച്ചാൽ പറന്നു പോവും. ഫാൻ അതിൻ്റെ ഫുൾ സ്പീഡിലിട്ടാൽ പറന്നു പോവും. അതുപോലെ ആയിരിക്കുകയാണ് ദൈവം. ദൈവമാണ്, പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം ചുരുങ്ങി 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 അങ്ങേ അറ്റം പറ്റി ഒരു കാറ്റത്ത്, ചെറിയ കാറ്റത്ത് പറന്നു പോകുന്ന ഒരു അപ്പമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതാണല്ലോ നീ പിടിച്ചോണ്ട് പോയത്. എത്രയോ വേദികളിൽ എത്രയോ ആയിരങ്ങളോട് നീ പ്രസംഗിച്ചിട്ടുണ്ട് ക്ഷമിക്കണമെന്ന്, കഷ്ടപ്പാടുകളെ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന്. ഇത് നിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഞാൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ വെള്ളത്തിലിടാതെ നിങ്ങൾക്ക് നീന്താൻ അറിയാൻ പറ്റുമോ അറിയാൻ പറ്റുമോ? നിങ്ങൾ കരയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നീന്താൻ അറിയാമോ? യേസ് യേസ് എന്നൊക്കെ പറയും. വെള്ളത്തിലിട്ടാലല്ലേ അറിയൂ നീന്താൻ പറ്റുമെന്ന്. നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിവുണ്ടോ എന്ന് എങ്ങനെ അറിയും? ഒരാൾ നിങ്ങളെ പ്രകോപിപ്പിച്ചാലല്ലേ അറിയൂ. നിങ്ങളെ ഒരാൾ തല്ലിയാലല്ലേ അറിയോ നിങ്ങൾക്ക് തിരിച്ചടിക്കാതിരിക്കാൻ കൃപയുണ്ടോന്ന്? അതായത് നിങ്ങളുടെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവരോട് തിരികെ ചോദിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ഒരാൾ എടുത്തുകൊണ്ട് പോയാലല്ലേ അറിയൂ. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവൻ എടുത്തൊന്ന് ഒഴിഞ്ഞു മാറരുതെന്നും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കരുതെന്ന് പറഞ്ഞത് പാലിക്കാൻ പറ്റുമെന്ന് ഒരുത്തൻ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു തരാതിരിക്കുമ്പോഴല്ലേ അറിയൂ. അന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു. അതായത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് ഇതാണ്: പഠിച്ചതും പഠിപ്പിക്കുന്നതും ഒക്കെ നീ പഠിച്ചിട്ടുണ്ടോയെന്നറിയാൻ ഒരു ടെസ്റ്റ്. പറഞ്ഞേ ഹല്ലേലൂയ. കഷ്ടത വന്നാലേ സഹനശീലം ഉണ്ടാവൂ. സഹനശീലം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ കഷ്ടത വരാതെ പറ്റത്തില്ലത്. അത് കഷ്ടത വന്നാലേ പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കഷ്ടത വന്നാലേ പറ്റൂ. ഞാൻ ഒരു വിദേശ രാജ്യത്ത് ചെന്ന് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചു, അച്ഛാ ഞാൻ ഇന്ന ആളാണ്, എനിക്ക് അച്ഛനെ കാണണം. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരമ്മ വളരെ വേദനയോടെ വന്ന്, ഈ മകൻ ഒട്ടും അനുസരിക്കുന്നില്ല, ഒട്ടും പ്രാർത്ഥിക്കുന്നില്ല, കോളേജിൽ പോകുന്നില്ല, അച്ഛാ എങ്ങനെയും വന്ന് എൻ്റെ വീടൊന്ന് വെഞ്ചരിച്ച് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരമ്മ എന്നെ വന്ന് നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നു. അപ്പം ആ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛൻ വരുമ്പോൾ പ്രത്യേകം എന്നോട് പറയണം, അച്ഛൻ വരുന്ന സമയം ഞാൻ പറയുന്ന സമയത്തേ വരാവൂ, കാരണം എൻ്റെ മകൻ കണ്ടാൽ അവൻ ചിലപ്പോൾ അച്ഛനെ ചീത്ത വിളിക്കും, ചിലപ്പോൾ എന്താ പറയുന്നതെന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഈ അമ്മ മകനില്ല എന്ന് ഉറപ്പ് വരുത്തി തന്ന ഒരു സമയത്ത് ഞാൻ ആ വീട്ടിൽ ചെന്നു. വീട് വെഞ്ചരിച്ച് അവിടുന്ന് വെളിയിലിറങ്ങുമ്പോൾ ദാ ബൈക്കിൽ മകൻ വന്നിറങ്ങി. എന്നെ കണ്ടതും ഇവൻ എന്തെന്നറിയാം, ഒരൊറ്റ തുപ്പ് തുപ്പി ബൈക്ക് ഓടിച്ചങ്ങ് പോയി. ആ ചെറുപ്പക്കാരനാണ് ഈ വിദേശ രാജ്യത്ത് വെച്ച് എന്നെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് അച്ഛൻ്റെ ആശീർവാദം വേണം, എൻ്റെ കല്യാണം കഴിഞ്ഞു, എൻ്റെ ഭാര്യ അച്ഛനെ സ്ഥിരം കേൾക്കുന്ന ആളാണ്, ഞാനും കേൾക്കുകയാണ്. രണ്ടുപേരൂടെ വന്നു പ്രാർത്ഥിച്ച്. ഞാൻ ചോദിച്ചേടാ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ പഴയ കാര്യമൊക്കെ നീ ഇവളോട് പറഞ്ഞിട്ടുണ്ടോ? ആ ഉണ്ടച്ച, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. വളരെ അനുഗ്രഹത്തോടെ ജീവിക്കുന്നു, വളരെ അനുഗ്രഹത്തോടെ ജീവിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മൾ നാളെ എന്താ ഇവർക്ക് സംഭവിക്കാൻ പോണേ നമ്മൾ കാണുന്നില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവം നമുക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ തരുമ്പോൾ ആ കഷ്ടപ്പാടിനെ ദൈവം കാണുന്നത് പോലെ കാണാനുള്ള കഴിവാണ്. ഞാനിത് പറഞ്ഞുകൊണ്ട് ഞാൻ 100% ഇങ്ങനെ ചെയ്യുന്ന ആളല്ല, അത് ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് പെട്ടെന്ന് അരിശം വരികയും പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് ഞാൻ പ്രതികരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. അത് വെറുതെ ചുമ്മാ ഒരു എളിമോണ്ട് പറയുന്നതല്ല. ഞാൻ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന ആളൊക്കെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ ദൈവം കാണുന്ന പോലെ കാണാൻ ഒരു മൊമെന്റ് പറ്റിയാൽ അത് ഭയങ്കര ഒരു സംഭവമാണത്. അതാണ് സഹനശീലം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെയൊക്കെ പാവപ്പെട്ട വീടുകളിലെ അമ്മമാർക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ഇതുണ്ട്, ഈ സഹനശീലം. ഈ പൊളിസ ചേട്ടനൊക്കെ അതുണ്ട്, സഹനശീലം.
അത് ജീവിതത്തിലെ സഹനങ്ങളെ, കഷ്ടപ്പാടുകളെ, ദൈവം കൊടുത്ത വേദനകളെ തമ്പുരാന്റെ കണ്ണിലൂടെ കണ്ടിട്ട് അതിനെ സ്വീകരിച്ച് ഒരു പ്രത്യാശയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോവുക. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതാണ് കഷ്ടത സഹനശീലവും. സഹനശീലം ആത്മധൈര്യം എന്ന് മലയാളത്തിൽ പറഞ്ഞു. ഞാനൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കണ്ടത് ക്യാരക്ടർ എന്നാണ്. അതാണ് കുറച്ചുകൂടെ നല്ലത്. സ്വഭാവം, ആത്മധൈര്യം അല്ലത്, സ്വഭാവം എന്നാണ്. അതായത് വിശ്വാസിക്ക് ഒരു സ്വഭാവം രൂപപ്പെടും. എന്താ അത്? എന്ത് പ്രശ്നം വന്നാലും അത് ദൈവം കാണുന്നത് പോലെ കാണാനുള്ള ഒരു സ്വഭാവം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. കഷ്ടത സഹനശീലവും, സഹനശീലം ക്യാരക്ടറും, ആ ക്യാരക്ടർ പ്രത്യാശയും. അങ്ങനെ ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ആൾ ഒരു പ്രത്യാശയിലാണ് ജീവിക്കുന്നത്. അയാൾക്ക് പ്രത്യാശ ഉണ്ടാവുന്നുണ്ട്. പ്രത്യാശ, ആ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് എന്ത്? കഷ്ടപ്പാടുകൾ. അതുകൊണ്ട് അതിനെ വെറുതെ കളയരുത്, പാഴാക്കി കളയരുത്. ഓരോ കഷ്ടപ്പാടുകളെയും എടുത്ത് ദൈവത്തിന് നന്ദി പറയണം. ഓരോ കഷ്ടപ്പാടുകളെയും പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തണം. വലിയ വേദനകൾ ചിലപ്പോൾ ഉണ്ടാവില്ല, ചെറിയ ചെറിയ വേദനകൾ ഉണ്ടാവും. അതെല്ലാം ഒന്നും പാഴാക്കി കളയരുത്. ആ മനപ്രയാസം, ആളുകൾ ബുദ്ധിമുട്ടിപ്പിച്ചത്, വിഷമിപ്പിച്ചത്, അപവാദം പറഞ്ഞത്, ആക്ഷേപം പറഞ്ഞത്, ചീത്ത വിളിച്ചത്, അതിന് മാന്തിയത്, വീട്ടുകാർ ഒറ്റപ്പെടുത്തിയത്, കുടുംബക്കാർ തള്ളിപ്പറഞ്ഞത്, എല്ലാവർക്കും വേണ്ടി ജീവിച്ചിട്ടൊടുവിൽ ആർക്കും വേണ്ടാത്ത ആളായത്, ഇതെല്ലാം ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്ന വഴികളാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതെന്തിനെന്നറിയാമോ? അത് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നാ പറയുന്നത്. അതായത് വിശുദ്ധീകരണം ഒരിക്കലും അവസാനിക്കുന്നില്ല. വെളിപാട് 22:11, വെളിപാട് 22:11 വായിക്കാമോ? അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അതായത് നമ്മൾ കാണുന്നതും കാണാത്തതുമായ അനേകം കാര്യങ്ങൾ നമ്മളിൽ വിശുദ്ധീകരിക്കപ്പെടാനായിട്ടുണ്ട്. വിശുദ്ധൻ ഇനിയും വിശുദ്ധി. ഈ 1 യോഹന്നാൻ 3 അവിടെ ഇത് യോഹന്നാൻ ശ്ലീഹ വേറൊരു വിധത്തിൽ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 3:1 മുതൽ വായിക്കാം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ഉറക്കെ വായിക്ക. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. ശ്രദ്ധിക്കുക, നീതീകരിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇപ്പോൾ അടുത്തത്, നാം എന്തായി തീരുമെന്ന് വെളിപ്പെട്ടിട്ടില്ല. ഇപ്പോ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തായി തീരും? പക്ഷെ നമുക്കറിയാം നമ്മൾ എന്തായി തീരും. മഹത്വീകരിക്കപ്പെടും. അങ്ങനല്ലേ പറഞ്ഞേ? നമ്മൾ എന്തായി തീരും? മഹത്വീകരിക്കപ്പെടും. നമുക്കത് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ മഹത്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, മഹത്വീകരിക്കപ്പെടുക സമം യേശുവിനെ പോലാവുക. നമ്മൾ യേശുവിനെ പോലാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പറയാണ്, നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല, എങ്കിലും ഒരു കാര്യം നമുക്കറിയാം. വായിക്ക്. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ പോലെ ആവും. ഇതാണ് ഈശോയെ പോലെ ആവും എന്ന് പറഞ്ഞ്. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. അടുത്ത വാക്യം 3 ഉറക്കെ വായിക്ക്. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു, അഥവാ വിശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ പ്രത്യാശയുള്ളവൻ, എനിക്ക് യേശുവിനെ പോലെ ആവേണ്ട ആളാണ്, ഞാൻ മഹത്വീകരിക്കപ്പെടേണ്ട ആളാണ്. ഈ പ്രത്യാശയുള്ളവൻ എന്ത് ചെയ്യുന്നു? അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ വിശുദ്ധീകരണ പ്രക്രിയയിൽ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് എന്ത്? നമ്മുടെ കഷ്ടപ്പാടുകൾ. അതുകൊണ്ട് ആ കഷ്ടപ്പാടുകളെ, പ്രയാസങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ സ്വീകരിക്കണം. അതിന് നന്ദി പറയണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിന് കാരണക്കാരായ വ്യക്തികളെ ശപിക്കുകയോ അവരെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്നതിന് പകരം, ഇത് ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ എൻ്റെ ചാപ്പലിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ 3 വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്.
ആ 3 വാക്കുകൾ നിങ്ങൾക്കറിയാം ഏതാ വാക്കെന്ന്? ഒരു 10,000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെന്നറിയാം? സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. ഈ 3 വാക്ക് മതി നമുക്ക് ജീവിക്കാൻ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. പറയാവോ? സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ലൈറ്റൊക്കെ ഇട്ട്. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് സർവാധിപനായ, സർവശക്തനായ, അത്യുന്നതനായ ദൈവം അറിയാതെ സംഭവിക്കത്തില്ല. ഇനി എന്ത് സംഭവിച്ചാലും അപ്പോസ്തലൻ പറയുന്നുണ്ട്, മനോഹരമായൊരു വചനമുണ്ട്. 2 കൊരിന്തോസ് 4. അതിൽ ഞാൻ പറയുന്ന വാക്യമായി 2 കൊരിന്തോസ് 4 അപ്പോസ്തലൻ പറയുകയാണ്. 2 കൊരിന്തോസ് 4:16 വായിക്കാം. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. കണ്ടോ, ഞങ്ങൾക്ക് നിരാശയില്ല. എന്താ കാര്യം? ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. കണ്ടോ, ഒരു വചനം അതൊക്കെ. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യന് വേണ്ട കാര്യങ്ങൾ, ഈ ഔട്ടർ ബോഡി, ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ഈ ശരീരത്തിൽ മനുഷ്യന് വേണ്ടത് എന്തൊക്കെയാ? ആഹാരം, വസ്ത്രം, പാർപ്പിടം, മരുന്ന്, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. അതുകൂടാതെ ശ്രദ്ധിക്കുക, എന്തൊക്കെയാ? അപ്രീസിയേഷൻ, അംഗീകാരം, സ്നേഹം, കരുതൽ, നല്ല പേര്, മറ്റുള്ളവരുടെ മുമ്പിൽ സ്വീകാര്യത, എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നത്, നമുക്ക് സ്നേഹം കിട്ടും. ഇതൊക്കെയാണ് ഈ പുറമെയുള്ള മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ, അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾക്കതൊന്നും കിട്ടുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിന് തൊട്ടു മുമ്പ് ഒരു അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ എല്ലാവരും എന്ത് ചെയ്യുന്നു? ഞങ്ങളെ ദുഷിക്കുന്നു, പീഡിപ്പിക്കുന്നു, ഞങ്ങളെ ഏറ്റവും അവസാനത്തെ ആളായി മാറിയിരിക്കുന്നു. വായിച്ചേ 1 കൊരിന്തോസ് 4. 2 കൊരിന്തോസ് 4 പറഞ്ഞതിൻ്റെ പശ്ചാത്തലം 1 കൊരിന്തോസ് 4 കിടപ്പുണ്ട്. അദ്ദേഹം പറയുകയാണ്, 1 കൊരിന്തോസ് 4:9, ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ ഏറ്റവും അവസാനത്തെ നിരയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും പ്രദർശന വസ്തുക്കളായിരിക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, ഞങ്ങൾ പ്രദർശന വസ്തുക്കളായിരിക്കുന്നു. എല്ലാവരും പറഞ്ഞിട്ടിങ്ങനെ കുറ്റം പറയുകയും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രദർശന വസ്തുക്കളായി ഞങ്ങൾ മാറിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം കടന്നുപോയ ഓരോ സഹനവും മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ എടുക്കുക. 2 കൊരിന്തോസ് 4 വായിച്ചേ, 4:16 വായിച്ചേ. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. മനസ്സിലായോ? ഇൻകംപയറബിൾ ഗ്ലോറി, ഉപമിക്കാനാവാത്ത മഹത്വം. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അപവാദം പറയുന്നു, ആക്ഷേപം പറയുന്നു, കുറ്റം പറയുന്നു, വിധിക്കുന്നു, പരിഹസിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, വീട്ടുകാരൊറ്റപ്പെടുത്തുന്നു, നാട്ടുകാരൊറ്റപ്പെടുത്തുന്നു, ഭർത്താവിന് വേണ്ടാതാവുന്നു, ഭാര്യയ്ക്ക് വേണ്ടാതാവുന്നു, മക്കൾക്ക് വേണ്ടാതാവുന്നു. പറയുകയാണ് ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അനുദിനം ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെടുകയും ഈ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ്, അവയ്ക്ക് ലഭിക്കാനിരിക്കുന്നതോ അനുപമമായ മഹത്വം, ഉപമിക്കാനാവാത്ത, കമ്പയർ ചെയ്യാനാവാത്ത മഹത്വം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ ഇങ്ങനെ ഈ ക്ലേശങ്ങളുടെ നടുവിൽ ഈ മഹത്വം, നമ്മളിൽ ഈ മഹത്വം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രയാസങ്ങൾ അതിനെ തള്ളിക്കളയരുത്, അതിനെ നമ്മൾ വേണ്ടാന്ന് വെക്കരുത്. അതിനെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം, ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ നമുക്ക് ഒത്തിരി എന്താ പറയുക, ഈ ഗ്ലോറി എന്ന് പറയുന്നത് അവസാനം മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. നമ്മൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുകയാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു വചനം വായിച്ചായിരുന്നു, 1 കൊരിന്തോസ് 3 വായിച്ചായിരുന്നു. ഇപ്പോൾ വായിക്കണ്ട, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. നിങ്ങൾ ഇങ്ങനെ കേട്ടോ, അതായത് കഷ്ടപ്പാടുകളെ
ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന എല്ലാ മനുഷ്യരിലും യേശുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ പ്രസൻസ് നല്ലതുപോലെ ഉണ്ടാവും. നമ്മൾ വഴക്കുണ്ടാക്കുകയും ചീത്ത വിളിക്കുകയും പ്രതികരിക്കുകയും നമ്മളെല്ലാവരും അവർ പറയുന്നതെല്ലാം ഡിഫെൻഡ് ചെയ്യുകയും ഇനി നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഇല്ലാത്ത പറഞ്ഞാൽ അതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഈ വഴിക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഈ മഹത്വം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊക്കെ എന്ത് ചെയ്യുന്നു? കൊല്ലാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ ആടിനെ പോലെ അവൻ മൗനം പാലിച്ചു. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും അവൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നോ തുപ്പലിൽ നിന്നോ അവൻ മുഖം തിരിച്ചില്ല. അവൻ്റെ മുഖം ശിലാതുല്യമാക്കി. എന്ത് ചെയ്യുന്നു? കഷ്ടപ്പാടുകളെ പരാതിയില്ലാതെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അത് ദൈവത്തിന് സമർപ്പിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെയുള്ള ആളുകളിൽ എന്തുണ്ടാവുന്നറിയാം? മഹത്വം ഉണ്ടാവും. കർത്താവ് ഈശോയുടെ പ്രസൻസ് അവരിൽ നല്ലതുപോലെ ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നീതീകരിച്ചു, മഹത്വീകരിക്കും, വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ്? ഒന്നാമതായി പറ, കഷ്ടപ്പാടുകളിലൂടെ. ഇപ്പം മനസ്സിലായല്ലോ? ഒരു കഷ്ടപ്പാടിനെ കളയരുത്. രണ്ടാമത്തേത്, ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്നത് കൂദാശകളിലൂടെ. എല്ലാ കൂദാശകളും പറയാൻ സമയമില്ല. ഞാൻ പരിശുദ്ധ കുർബാന പറഞ്ഞിട്ട് നിർത്താം. നല്ലതായിട്ട് ശ്രദ്ധിച്ചിരിക്കും. എടുത്തോ, ഞാൻ എഴുന്നേൽപ്പിക്കുന്നില്ല സമയം പോകാതിരിക്കാൻ വേണ്ടി. അതായത് പരിശുദ്ധ കുർബാനയിൽ ദൈവം നമ്മളെ അനുദിനം വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിശുദ്ധീകരിക്കുന്നത് നമ്മുടെ രക്ഷ നടക്കുന്നതിന് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പരിശുദ്ധ കുർബാനയെ സമീപിക്കേണ്ട ഒരു മാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. ഈശോ നേരിട്ടിറങ്ങി വന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ നമ്മളതിനെ എങ്ങനെ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. രക്ഷ നടക്കുന്നത് റോമാലേഖനം 10:9 വായിക്കാം. രക്ഷ നമ്മളിൽ നടക്കുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ തത്വം റോമർ 10:9 കിടക്കുന്നു. വായിക്കാം. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പം രക്ഷയ്ക്ക് 2 തത്വം അപ്പസ്തോലൻ നിർദ്ദേശിക്കുന്നു. ഒന്ന്, ഹൃദയത്തിൽ വിശ്വസിക്കണം. 2, അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. അപ്പം ഇങ്ങനെ പറയുക: ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അധരം കൊണ്ട് പ്രഖ്യാപിക്കുക. അങ്ങനെ പറയുക. പറയാമോ? ഉച്ചത്തിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അധരം കൊണ്ട് പ്രഖ്യാപിക്കുക. പറയൂ. അപ്പോൾ രക്ഷ അല്ലെങ്കിൽ വിശുദ്ധീകരണം അല്ലെങ്കിൽ വിമോചനം ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ ഒരു വ്യക്തി ഹൃദയത്തിൽ വിശ്വസിക്കണം, അധരം കൊണ്ട് അത് പ്രഖ്യാപിക്കണം. അപ്പോൾ ഈ ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് പ്രഖ്യാപിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് കൂദാശകൾ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന. ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, അധരം കൊണ്ട് പ്രഖ്യാപിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കുക. പരിശുദ്ധ കുർബാന ഒരാചാരമാണോ അതോ ഒരു പ്രഖ്യാപനമാണോ? അതെങ്ങനെയോ? കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രഖ്യാപിക്കുന്നുണ്ടോ? കുർബാന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെളിയിൽ നിന്ന് വിശുദ്ധ കുർബാന എന്താണെന്നറിയാത്ത ഒരാൾ അത് കാണുമ്പോൾ അതെന്താണ്? ഒരു ആചാരം, ഒരു റിച്വൽ, ഒരു ചടങ്ങ്, ഒരു കർമ്മം, ഒരു മതപരമായ കർമ്മം ആണല്ലോ. എൻ്റെ ചോദ്യം, ഇതൊരു മതപരമായ കർമ്മമാണെങ്കിൽ അതിൽ നിന്ന് രക്ഷ കിട്ടില്ല. രക്ഷ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ വിശ്വസിക്കണം, ആധരം കൊണ്ടേറ്റ് പറയണം. അപ്പം നമുക്ക് കണ്ടെത്താനുള്ളത് പരിശുദ്ധ കുർബാന ഒരാചാരമല്ല, മറിച്ചൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന ഇത് നിങ്ങളുടെ ഹൃദയത്തിന് അടിയിൽ എഴുതണം. വിശുദ്ധ കുർബാന നമുക്കൊരാചാരമല്ല, മറിച്ച് വിശ്വാസ പ്രഖ്യാപനമാണ്. ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് ഞങ്ങളുടെ കുർബാന അർപ്പണം. അത് സിമ്പൽ, അടയാളങ്ങളിലൂടെ, പ്രതീകങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വചനം എടുക്കാം. 1 കോരിന്തോസ് 11:23 മുതൽ. 1 കോരിന്തോസ് 11:23 മുതൽ വായിക്കാം. വായിച്ചോളുക. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു:
ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. 26 വരയിട്ട് വെച്ചേക്കണം, എഴുതി വെക്കണം. 26 വായിക്കാം. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം. നിർത്തുക. ഇവിടെ പറയുകയാണ്, ഈശോ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്തു, പാനപാത്രം എടുത്തു. ഇതാണ് എനിക്ക് സഭയെന്ന് പകർന്നു കിട്ടിയ പാരമ്പര്യം, ഇത് നമ്മൾ ചെയ്യുന്നത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം, ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ, നിങ്ങൾ ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കുർബാനയിൽ പങ്കെടുത്ത് യേശുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ എന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് യേശുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ, നിങ്ങൾ ഈ അപ്പത്തിൽ നിന്ന് കഴിക്കുകയും പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോൾ, വായിക്കാം, കർത്താവിൻ്റെ മരണം അവൻ്റെ രണ്ടാം വരവ് വരെ പ്രഖ്യാപിക്കുകയത്രേ ചെയ്യുന്നത്. അതായത് അപ്പസ്തോലൻ പറയുകയാണ്, ഇതൊരു ആചാരമല്ല, ഇതൊരു പ്രഖ്യാപനമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന ഒരാചാരമല്ല, മറിച്ച് വിശ്വാസ പ്രഖ്യാപനമാണ്. ഇനി ഇത്രയും മനസ്സിലായോ? ഇത്ര മനസ്സിലായാലേ ഇനി പോകാൻ പറ്റൂ. മനസ്സിലായോ? എന്താ മനസ്സിലായോ? വിശുദ്ധ കുർബാന ഒരാചാരമല്ല, വിശ്വാസ that is the proclamation of my faith. I am proclaiming, I am announcing to the world what I believe in my heart, that Jesus is my Lord. യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു എൻ്റെ കർത്താവാണ്, ഞാനത് ഹൃദയത്തിൽ വിശ്വസിക്കുന്നത്, ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് കുർബാന. ഇത്രയും മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസ പ്രഖ്യാപനം എങ്ങനെയാണ് കുർബാനയിൽ നടക്കുന്നതെന്ന് ഞാൻ ചില സാമ്പിളുകളിലൂടെ കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ കുർബാനയിലെ ചില പ്രാർത്ഥനകളിലൂടെ എങ്ങനെയാണ് നമ്മൾ വിശ്വാസ കുർബാന, ഇത് നിങ്ങൾക്ക് ഈ ഒരു ആശയം നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ, നിങ്ങളുടെ മനസ്സിൽ സ്വീകരിക്കാൻ പറ്റിയാൽ, നിങ്ങൾ പള്ളിയിൽ ചെന്ന് കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്കത് പരിശീലിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയാൽ കുർബാന അനുഭവം വളരെ 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 ഉയർന്ന നിലവാരത്തിലേക്ക് മാറും. അതുകൊണ്ട് നന്നായിട്ട് എന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ കുർബാന അർപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ കുർബാന ചൊല്ലുന്ന സമയത്ത്, ഞാൻ പരിശുദ്ധ കുർബാനയിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് അത് മനസ്സിലായി കിട്ടിയത്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പം നമുക്ക് മലങ്കര കുർബാനയിൽ, നമ്മളിപ്പോൾ മലങ്കരക്കാരാണ് കൂടുതലുള്ളത് കൊണ്ട് അത് ഞാൻ പറയുന്നു. മലങ്കര കുർബാനയിൽ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തിരശ്ശീല മാറ്റിയിട്ട് അച്ഛൻ ധൂപം വീശി ജനത്തിന് അഭിമുഖമായി വന്ന് ധൂപം വീശിക്കൊണ്ട് ആ സമയത്ത് അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥന എന്താണത്? സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. അപ്പം ഞാൻ കുർബാനയെ കാണുന്നത് എന്ന് പറഞ്ഞാൽ, എനിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുർബാനയെ കാണുന്നത് എന്താണ്? ഇതൊരു ആചാരമല്ല, പിന്നെന്താണിത്? ഇത് എൻ്റെ വിശ്വാസ പ്രഖ്യാപനം. ഇതെൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. ശ്രദ്ധിച്ചിരിക്കാം. 15 മിനിറ്റ് കൂടെ ഉള്ളു നമുക്ക്, കേട്ടല്ലോ. 15 മിനിറ്റ് കൂടെ ഉള്ളു നമുക്ക്. ശ്രദ്ധിച്ചിരിക്കാം. അതായത് നമുക്ക് കുർബാന, കർത്താവേ നിന്നെ പ്രസവിച്ച, ഇത് ചൊല്ലുമ്പോൾ ഞാൻ കുർബാനയെ കാണുന്നത് എങ്ങനെയാണ്? ഇത് ഒരു ആചാരമല്ല എനിക്ക്, പിന്നെന്താണിത്? വിശ്വാസ പ്രഖ്യാപനമാണ്. അപ്പോൾ അച്ഛൻ ഒരു പ്രാർത്ഥന ചൊല്ലി, അതെനിക്കൊരു പ്രാർത്ഥന മാത്രമല്ല, അതൊരു വിശ്വാസ ഇപ്പം അച്ഛൻ എന്ന നിലയിൽ, ഇപ്പോൾ ഞാൻ അച്ഛൻ എന്ന നിലയിൽ, ഞാൻ ചൊല്ലുന്ന അച്ഛന്മാരെന്ന നിലയിൽ ഞങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണല്ലോ. അപ്പം ഞാനിത് ചൊല്ലുമ്പോൾ ഒരു പ്രാർത്ഥനയല്ല, പ്രാർത്ഥന മാത്രമല്ല, ഇതെനിക്ക് ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്തെങ്കിലും വിശ്വാസം പ്രഖ്യാപിച്ചോ ഈ പ്രാർത്ഥനയിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആലോചിച്ചാലേ, ഇപ്പം എനിക്ക് വേണേൽ പറഞ്ഞു തരാം, നിങ്ങൾ ആലോചിച്ചാലേ കാര്യമുള്ളൂ. ഇവിടെ ഞാൻ എന്തെങ്കിലും വിശ്വാസം പ്രഖ്യാപിച്ചോ? കർത്താവേ നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട്, ഞാൻ എന്തെങ്കിലും വിശ്വാസം പ്രഖ്യാപിച്ചോ? ഇല്ലേ? നിങ്ങൾ മെച്ചപ്പെടാത്ത, ഗുണപ്പെടാത്ത ഇതാ. ഇവിടെ എന്തെങ്കിലും വിശ്വാസം പ്രഖ്യാപിച്ചോ? എന്ത് വിശ്വാസം പറ?
എനിക്ക് ഈ ബോക്സിനടുത്ത് നിന്ന് എൻ്റെ ചെവി കേൾക്കത്തില്ല. പറ. ഒരു വല്ല ഉണ്ടായിരുന്നു, എറിയായിരുന്നു. അതായത് രണ്ട് മാറാനായ പെരുന്നാളുകളെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തി ഇവിടെ. നമ്മുടെ കർത്താവ് ജനിച്ചു, നമ്മുടെ കർത്താവ് മാമോദീസ മുങ്ങി. ഇത് പ്രഖ്യാപിച്ചു. ഇതല്ലേ പ്രഖ്യാപിച്ചത്? നിങ്ങൾ പറഞ്ഞൊന്നുമില്ല. എൻ്റെ കുഴപ്പമാണോ? ഞാൻ തോറ്റു. ഓക്കെ, അപ്പോൾ ഞാൻ തോറ്റു. പിന്നെയും തോൽക്കാനാണ് എൻ്റെ വിധി. നിങ്ങൾ നോക്കിയേ. അപ്പം നിങ്ങൾ പറഞ്ഞാണ്, നിങ്ങളെ പ്രകോപിപ്പിച്ചാലേ വല്ലതും പുറത്തു വരത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം ഇവിടെ അപ്പം നമ്മൾ മലങ്കരക്കാരുടെ രണ്ട് മാറാനായ പെരുന്നാളുകളെ കുറിച്ച് നമ്മൾ പ്രഖ്യാപിച്ചു. ഒന്ന് എൽദ, രണ്ട് ദനഹ. നമ്മുടെ കർത്താവിൻ്റെ ജനനം, നമ്മുടെ കർത്താവിൻ്റെ മാമോദീസ. കർത്താവെ, നിന്നെ പ്രസവിച്ച മറിയാം, നിനക്ക് മാമോദീസ തന്ന യോഹന്നാൻ. അപ്പോൾ ആലോചിച്ച് നോക്കണം, എന്തിനാണ് ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ പരസ്യ ജീവിതത്തിൻ്റെ തിരശീല മാറി യേശുവിൻ്റെ പരസ്യ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആ പരസ്യ ജീവിതം തുടങ്ങാൻ പോവാണ്. അതിനെയാണ് പരസ്യ ജീവിതത്തിൽ ഈശോ പഠിപ്പിച്ചതൊക്കെയാണ് വചന ശുശ്രൂഷയിലെല്ലാം. ഓക്കെ, അപ്പോൾ ഈ പരസ്യ ശുശ്രൂഷ അങ്ങോട്ട് തുടങ്ങുമ്പോൾ രണ്ട് അനൗൺസ്മെൻറ്റുകൾ അച്ഛൻ നടത്തുകയാണ്. അച്ഛൻ ഈ കുർബാനയെല്ലാം കഴിഞ്ഞ് നടത്തുന്ന അരമണിക്കൂർ അനൗൺസ്മെൻറ്റ് കൂടാതെ ഒരുപാട് അനൗൺസ്മെൻറ്റുകൾ ഈ കുർബാനയിൽ അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ രണ്ട് അനൗൺസ്മെൻ്റാണ് ഇത്. ഒന്ന്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മനുഷ്യനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പ്രാർത്ഥനയാണ്. എന്തിനാണ് ഇത് പ്രാർത്ഥന? ഇത് പ്രാർത്ഥനയായിട്ട് വെച്ചിരിക്കുന്നത് ആരാധനയായതുകൊണ്ടാണ്. പ്രാർത്ഥനയിൽ, പക്ഷേ ആരാധനയിൽ കാറ്റക്കിസം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സഭ തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. തിരുസഭ തൻ്റെ വിശ്വാസം പറയുകയാണ് ഈ ആരാധനയിൽ. അതാണ് ആരാധന. അപ്പം അങ്ങനെ സഭ വിശ്വാസം പറയുക, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇതാ കന്യകാമറിയത്തിൽ നിന്ന് ജനിച്ചു. ആ കർത്താവിനെ യോഹന്നാൻ മാംദാന മാമോദീസ മുക്കി. എന്താണ് ഈ രണ്ട് സംഭവങ്ങളുടെ പ്രത്യേകത? ഞാൻ പറയുന്ന രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കുക. തെയോഫനി, എപ്പിഫനി. മറന്നു പോകരുത്. തെയോഫനി, എപ്പിഫനി. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. എപ്പിഫനി എന്ന് പറഞ്ഞാൽ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ലോകത്തിന് ദൈവം വെളിപ്പെട്ടു വരുന്നു എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. ലോകത്തിന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. എന്താണ് ഈ രണ്ട് സംഭവങ്ങളുടെ പ്രത്യേകത? കന്യകാമാതാവിൽ നിന്ന് യേശു കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പോൾ മാലാഖമാർ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ മഹത്വം, ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത, നല്ല വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതാ രക്ഷകൻ, ഇതാ കാലിത്തൊഴുത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. കണ്ടോ, അനൗൺസ്മെന്റ് ആണ്. ആ അനൗൺസ്മെന്റ് ആണ് ഈ കുർബാനയിൽ ഇപ്പം നടന്ന അനൗൺസ്മെന്റ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് അനൗൺസ് ചെയ്തത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജനിച്ചു. അപ്പോൾ ഒരു എപ്പിഫനി, ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി. എന്താ? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എൻ്റെ പാപത്തിന് പരിഹാരമായി ദൈവം മനുഷ്യനായിട്ട് മാറി. ഇത് ഒരു വിശ്വാസം പ്രഖ്യാപിച്ചു. അപ്പോൾ കുർബാനയ്ക്ക് നിൽക്കുന്ന പാവപ്പെട്ട അമ്മച്ചി എന്താണ് ഹൃദയത്തിൽ കാണുന്നത്? എൻ്റെ കർത്താവ് ഇതാ എനിക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് യൂദയായിലും ഗലീലയിലും നസറത്തിലും ജെറുസലേമിലും നിന്ന കർത്താവ് ഇതാ ഇപ്പോൾ ഈ അൾത്താരയിൽ ഞാൻ അവൻ്റെ ജനനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതൊരു കാലിത്തൊഴുത്തായി മാറുന്നു. ഈ കാലിത്തൊഴുത്തിൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി പിറന്നിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കുർബാനയ്ക്ക് നിൽക്കുന്ന ഒരാള് ഈ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ഇതാ കാലിത്തൊഴുത്തിന്റെ മുമ്പിലാണ്. ഇനി പറയാണ്, യോഹന്നാൻ അവന് മാമോദീസ കൊടുത്തു. മാമോദീസ കൊടുത്തപ്പോ സ്വർഗത്തിൽ നിന്ന് തങ്കപ്രാവ് ഇറങ്ങി വന്ന് പിതാവ് ഇങ്ങനെ അരുളി ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതാ ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇവൻ എൻ്റെ പുത്രൻ. ഇതാ വീണ്ടും ദൈവം വെളിപ്പെടുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ജോർദാൻ നദിയുടെ തീരത്തേക്ക് നിൽക്കുന്നു. അവിടെ നമ്മുടെ കർത്താവ് ദൈവപുത്രനായ യേശുവാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനായെന്നും ആ മനുഷ്യനായത് ദൈവപുത്രനായ ദൈവം പ്രസാദിച്ച തൻ്റെ പുത്രനാണെന്നും അവനെ ദൈവം നമുക്ക് വേണ്ടി തന്നെന്നും നമുക്ക് വെളിപാട് കിട്ടിയ രണ്ട് സംഭവങ്ങൾ ഇതാ പുരോഹിതൻ ദൈവജനത്തിന്റെ പ്രതിനിധിയായി നിന്ന് ആ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നു. ശ്രദ്ധിക്കുക, ഏറ്റവും പ്രാക്ടിക്കൽ ടേംസിൽ പറയാം. ശ്രദ്ധിക്കുക, ഇത് പറയുമ്പോൾ തിരശീല മാറുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ വികാരി അച്ഛനെ അല്ല,
നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കാൻ ഇതാ തയ്യാറായി നിൽക്കുന്ന യേശുവിനെ നമ്മുടെ മനോമുഖരങ്ങളിൽ നമ്മൾ കാണുകയാണ്. അങ്ങനെ കാണുന്നു എന്ന ബോധ്യം വന്നതുകൊണ്ടാണ് പിതാക്കന്മാർ അതിനുശേഷം ആ യേശുവിനെ ആരാധിക്കുന്ന 2 പ്രാർത്ഥനകൾ കുർബാനക്രമത്തിൽ എഴുതി തന്നത്. ഇനി വരുന്ന 2 പ്രാർത്ഥനകൾ സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും. അതാരോടുള്ള പ്രാർത്ഥനയാണ്? പിതാവിനോടുള്ള പ്രാർത്ഥനയാണോ? പുത്രനോടുള്ള പ്രാർത്ഥനയാണോ? പരിശുദ്ധാത്മാവിനോട്? ആരോടല്ല? ആർക്കും ഒരു വിഷമം തോന്നണ്ട അല്ലേ? എല്ലാവരോടുള്ള ഈ സ്വഭാവം അത് ഞാൻ നിങ്ങളെ കൊണ്ട് ചൊല്ലിക്കുന്നില്ല. കാരണം ലോകത്ത് എവിടെല്ലാം ഇത് ചൊല്ലിച്ചിട്ടുണ്ടോ അവിടെല്ലാം ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് മാറി വിശ്വാസ പ്രമാണത്തിലേക്ക് പോയി സൗവങ്കാലസ് പറഞ്ഞ് അവസാനിപ്പിക്കും. അതുകൊണ്ട് അത് ചൊല്ലിച്ച ആ സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വഭാവപ്രകാരം നമുക്ക് തന്നെ കൺഫ്യൂഷനായി ഇപ്പോൾ അവസാനം നമ്മൾ തന്നെ സൗവങ്കാലസ് പറഞ്ഞ് നിർത്തേണ്ടി വരും. ഈ സ്വഭാവപ്രകാരം ചൊല്ലാവോ? തൻ്റെ കൃപയാൽ വിശുദ്ധിയും മഹത്വവും എടുപ്പുമുള്ള ദൈവമാതാവായ കന്യകാമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിൻ്റെ ഏകപുത്രനും വചനവും രാജാവുമായ എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. ആരോടുള്ള പ്രാർത്ഥനയത്? പുത്രനായ യേശുവിനോടുള്ള പ്രാർത്ഥനയാണിത്. പുത്രനെ ആരാധിക്കുന്ന പ്രാർത്ഥനയാണിത്. വചനവും രാജാവുമായ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കന്യകാമറിയത്തിൽ നിന്ന് ഭേദം കൂടാതെ ഇറങ്ങി വന്ന് എന്നെ വീണ്ടെടുക്കാൻ ഇറങ്ങി വന്ന എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. വർഷിപ്പാണത്. ഞാൻ നിന്നെ ആരാധിക്കുന്നു. തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ തൃത്വത്തിലൊരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ. ആരോടുള്ള പ്രാർത്ഥനയാ? എന്തിനാ? അപ്പൊ അൾത്താരയിൽ ആരാ നിൽക്കുന്നേ? ഈശോ. അപ്പൊ ഈശോ നിൽക്കുമ്പോ ഈശോയെ കണ്ടിട്ട് കരിമാന്തോട്ടിലെ അമ്മച്ചി ഈശോയെ ആരാധിക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ ആരാധിച്ചാലേ അത് ആരാധനയാവും. അല്ലെങ്കിൽ അത് വെറുതെ ഒരു ചൊല്ലലായിട്ട് മാറും. ഈ സ്വഭാവപ്രകാരം ചൊല്ലുന്ന സമയത്ത് ഞാൻ എൻ്റെ യേശുവിനെ എനിക്ക് വേണ്ടി എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കന്യകാമറിയത്തിൽ നിന്ന് ജനിച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച് മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ ഞാൻ ആരാധിക്കുന്നു. നാളെ മുതൽ ഇങ്ങനെ ഒന്ന് ആരാധിച്ചു നോക്ക്. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ എൻ്റെ ഈശോയെ ആരാധിക്കുകയാണെന്ന ബോധ്യത്തോടെ ചൊല്ലി നോക്ക്. അടിസ്ഥാനപരമായൊരു വ്യത്യാസം നിങ്ങളുടെ ആരാധന ജീവിതത്തിലുണ്ടാവും. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത പ്രാർത്ഥന, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അത് പിതാവിനോടുള്ള പ്രാർത്ഥനയാണോ? പുത്രനോടുള്ള പ്രാർത്ഥനയാണോ? പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാണോ? പറ. ഈശോയോട്. പിതാവ് കുരിശേ മരിച്ചോ? പരിശുദ്ധാത്മാവ് കുരിശേ മരിച്ചോ? ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെന്നല്ലേ പറയുന്നേ? അത് പുത്രനോട് യേശുവിനോടുള്ള പ്രാർത്ഥനയാണ്. യേശുവിനോടുള്ള പ്രാർത്ഥനയാണ്. അതും യേശുവിനെ ആരാധിക്കുകയാണ്. ദൈവമേ, യേശുവിനെ വിളിക്കുകയാണ്. ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, മരണമില്ലാത്തവരേ നീ പരിശുദ്ധൻ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരേ ഞങ്ങളോട് കരുണ ചെയ്യണേ. വർഷിപ്പാണ്. വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ നാം രക്ഷ പ്രാപിക്കും. ഇങ്ങനെ എനിക്ക് നേരെയില്ല. ഇനി നിങ്ങൾ ഓരോന്നും എടുക്കണം, ഓരോ പ്രാർത്ഥനയും. എന്നിട്ട് നോക്കണം, ആലോചിച്ച് നോക്കണം, എന്തിനാണ് ഈ പ്രാർത്ഥന ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? അത് മനസ്സിലാവുന്നില്ലേ? അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് അവിടെ ഞാൻ ആരാധിക്കുകയാണ്, അത് കണ്ടെത്തണം. ആരാധിക്കുന്ന എങ്ങനെ? വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇങ്ങനെയാവുമ്പോൾ ഉണ്ടല്ലേ, ഓരോ കുർബാനയുടെ ഓരോ മിനിറ്റും നിങ്ങൾ സജീവമായി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ ഉടനെ പിന്നെ എന്ത് വരുമെന്നറിയാമോ? പിന്നെ ആ പരസ്യ ജീവിതത്തിൽ ഇറങ്ങി വന്ന ഈശോ, അച്ഛനല്ല ബൈബിള് വായിക്കുന്നത്, പിന്നെ ആരാ? ഈശോ സംസാരിക്കുകയാണ്.
ആ ഈശോ നമ്മളോട് സംസാരിക്കുന്നതാണ് വചന ശുശ്രൂഷ. ആ വചനം നമ്മൾ കേട്ട് കഴിയുമ്പോൾ എന്താണ്? അവിടുന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തുണ്ടായി? മാനസാന്തരം ഉണ്ടായി, അനുതാപം ഉണ്ടായി. അത് കഴിഞ്ഞ ഉടനെ പാപപരിഹാരത്തിൻ്റെ പ്രാർത്ഥന വരും. അനുതാപം ഉണ്ടായി. അപ്പോൾ അനുതപിച്ച് പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ആ പാപപരിഹാര പ്രാർത്ഥന കഴിയുമ്പോൾ അച്ഛൻ പറയും, ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും 2 ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയും. അത് പറയുമ്പോൾ നമ്മൾ 12 വിശ്വാസ സത്യങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലും. 12 വിശ്വാസ സത്യങ്ങളുണ്ട് അതിനകത്ത്. 12 ആർട്ടിക്കിൾസ് ഓഫ് ഫെയ്ത്ത്. 12 വിശ്വാസ സത്യങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നാം വിശ്വാസ പ്രമാണം ചൊല്ലും. ആ വിശ്വാസ പ്രമാണവും ചൊല്ലി നമ്മൾ സന്നദ്ധരായി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? കുർബാനയുടെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് പറഞ്ഞു വേഗം. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കുർബാനയുടെ അടുത്ത ഭാഗത്തേക്ക് കയറി. അവിടെ നമ്മൾ പുരോഹിതൻ നമ്മളോട് പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആരോടും വേദനയും വെറുപ്പും വെച്ചുകൊണ്ട് ഈ കുർബാന അർപ്പിക്കാൻ ഈശോ നമുക്ക് അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആശീർവാദ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കുന്നു. അങ്ങനെ സന്നദ്ധരായി കഴിയുമ്പോൾ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് മിശിഹാതം വരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം എന്ന് പറയുന്നു. പള്ളി ഒന്ന് സെറ്റിലായി നിൽക്കുമ്പോൾ അമ്മച്ചിയോട് പറയുകയാണ്, എല്ലാവരും കൂടെ വേഗം മേളിൽ കയറി വരാൻ. ഇവിടെ വന്ന പാട് നമുക്കറിയാം. 8 മണിയുടെ കുർബാനയ്ക്ക് 8:45 അണച്ചു പിടിച്ച് കയറി വന്ന പാട് നമുക്കറിയാം. അന്നേരമാണ് പറയുന്നത് എല്ലാവരും കൂടെ വരാൻ. എല്ലാ കുർബാനയിലും ഇതുണ്ട്. ലത്തീൻ കുർബാനയിൽ പറയും ഹൃദയങ്ങൾ ഉയർത്തുവിൻ, ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്. സിറോ മലബാർ കുർബാനയിൽ പറയും ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. മലങ്കര കുർബാനയിൽ പറയും നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് മിശിഹാതം വരാനിരിക്കും. അത് എല്ലാ കുർബാനയിലും അനാഫറ തുടങ്ങുമ്പോൾ, പ്രധാനപ്പെട്ട ഭാഗം തുടങ്ങുമ്പോൾ പറയും എല്ലാവരും കൂടെ പ്രിൻസിപ്പൾ അസംബ്ലിക്ക് വിളിക്കുന്ന പോലാണ്. പിള്ളേർ താമസിച്ച് ഓടിച്ച് പിടിച്ചൊക്കെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പെട്ടെന്ന് അസംബ്ലി. എന്തിനാണെന്നറിയാമോ? പറ എന്തിനാ? അതായത് കുർബാന നടക്കുന്നത് ഇവിടെ അല്ല, സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ നടക്കുന്ന കുർബാന എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പുത്രൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതാണ് കുർബാന. ആ പുത്രൻ തൻ്റെ ബലിയുടെ യോഗ്യതകൾ പിതാവിന് സമർപ്പിച്ച് സ്വർഗത്തിൽ കൊല്ലപ്പെട്ടതായി നിൽക്കുന്ന കുഞ്ഞാടിനെ കണ്ടു എന്ന് യോഹന്നാൻ പറയുന്ന പോലെ ഈ സ്വർഗത്തിൽ നിൽക്കുന്ന കുഞ്ഞാട് തൻ്റെ തിരുമുറിവുകൾ പിതാവിന് കാഴ്ചവെച്ച് അവൻ്റെ ശരീരവും അവൻ്റെ ആത്മാവും ദൈവത്വവും അവൻ്റെ ജീവനും എല്ലാം കാഴ്ചവെച്ച് നമുക്ക് വേണ്ടി യേശു പാപപരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആ കുർബാനയാണത്. ആ സ്വർഗത്തിൽ നിത്യം നടക്കുന്ന കുർബാന, അതാണ് കുർബാന. അതിനാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അതിനാണ് പറഞ്ഞ് എല്ലാവരും മേളി വരാൻ പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും കർത്താവ് ഈശോ മിശിഹാ നമുക്ക് വേണ്ടി ചെയ്ത മറ്റ് ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നു. ഈശോ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ, അത് മനസ്സിലായോ? അപ്പം എങ്ങനെയാണ് പോട്ടെ, നേരമില്ല. നിങ്ങൾ സമയമെടുത്ത് ഓരോന്ന് വായിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഞാൻ പറയാം, അത് ബാക്കി നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ തത്വം എന്താണ്? കുർബാന എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസ പ്രഖ്യാപനമാണ്. ആ വിശ്വാസം ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് ഞാൻ വിശുദ്ധീകരിക്കപ്പെടുന്നത്, രക്ഷ പ്രാപിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ആ ബോധ്യത്തോടെ കൃപയോടെ പരിശുദ്ധ കുർബാന അർപ്പണത്തിന് നിങ്ങൾ തയ്യാറാവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ഈ അടുത്ത തിരുവല്ല കൺവെൻഷന് ഞാൻ ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി യൂട്യൂബിലൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടെ ഈ കാര്യങ്ങൾ വിശദമായിട്ട് അവിടെ നമുക്ക് കേൾക്കാൻ പറ്റും, അല്ലെ നിങ്ങൾക്ക് പിന്നീട് അത് കേൾക്കാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ സ്വയം പഠിക്കാനും പറ്റും. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്.